കാത്തിരിക്കും. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, അന്ന് ഞാൻ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിലോ, അന്ന് ദൈവത്തിന്റെ ഉപദേശം ഞാൻ കൈക്കൊണ്ടിരുന്നെങ്കിലോ, നിശ്ചയമായും അവൻ ഈ പ്രതിസന്ധികളിൽ നിന്ന് എനിക്ക് മോചന ലഭിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളുടെ ജീവിതത്തിലോ അവൻ കടന്നു വരികയായിരുന്നു എന്ന് അവർ ചിന്തിക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലാണ് ഞാൻ പറയുന്നത്, അവരുടെ ആശകളെല്ലാം അറ്റുപോയി, അവൻ പ്രതീക്ഷയ്ക്കുള്ള വാക്കുകളെല്ലാം അറ്റുപോയി. പക്ഷേ അവരുടെ ഉപദേശകനായി പൗലോസ് കടന്നു ചെന്ന് പറയുക, അവൻ സാരമില്ല, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടുകൂടെ ഇരിക്കുകയും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കൽപ്പനയല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നൽകേണ്ടതാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരെല്ലാം ഭയപ്പെട്ടിരിക്കുക. അവിടെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയുക, പൗലോസേ നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. നീയുണ്ടല്ലോ ഭയപ്പെട്ട് ഈ കടലിൽ മുങ്ങി താഴേണ്ടവനല്ല. നീ കൈസരുടെ അടുക്കൽ ചെന്നിട്ട് യേശുവിനെ കുറിച്ച് ധൈര്യത്തോടെ പ്രസ്താവിക്കേണ്ടതല്ലേ. ഹല്ലേലൂയ. കപ്പലുടെ എന്ത് പറയട്ടെ, കപ്പിത്താൻ എന്ത് പറയട്ടെ, കപ്പലിലുള്ള ഹല്ലേലൂയ ഉദ്യോഗസ്ഥന്മാർ ഏത് തരക്കാരായിക്കൊള്ളട്ടെ, അവരെ ആരെയും ഭയപ്പെടരുത്. കാരണം എന്തെന്നറിയാമോ, നീ കൈസരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ എങ്ങനെ പ്രസ്താവിക്കേണ്ടതാകുകയാണ്. പൗലോസിനോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞെ, എല്ലാ പ്രതീക്ഷകളും മറ്റു പോകുമ്പോ നീ പ്രാർത്ഥിക്കുന്ന ദൈവമില്ല, എന്റെ അടുക്കൽ വരുന്ന യേശു വന്നിട്ട് യേശു വന്നിട്ട് നിന്റെ തോളിൽ കെട്ടിയിട്ട് ഒരു സാന്ത്വനം പറയുന്ന അല്ലേ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ രാത്രിയില്ല നമ്മ കൊണ്ടല്ലോ ഭയപ്പെടുന്നത്, ഭാരപ്പെടേണ്ട. നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ.